അങ്ങ് യമനിന്ന് തുടങ്ങിയതാ ഇപ്പം നമ്മളെ കേരളത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കുന്നു മന്തി. അപ്പം നമുക്കിന്ന് പെർഫെക്റ്റ് രുചിയുള്ള യമനി മന്തി തയ്യാറാക്കിയാലോ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, മുളക് പൊടി, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും യെല്ലോ ഫുഡ് കളറും. ഞാനിപ്പോൾ ചിക്കന് 1 300 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ ഒരു 3/4 to 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 1 കിലോ അരിയാണ്, സെല്ല ബസ്മതി റൈസ്, വൈറ്റ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുതിർക്കൊന്നും വേണ്ട, കഴുകി വൃത്തിയാക്കിയിട്ട് സ്ട്രൈനറിലിട്ടിട്ട് വെള്ളം പോകാൻ വേണ്ടി ഒരു വെയിറ്റാക്കാൻ മതി. എന്നെ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലും, ഒരു സവാള, ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും, പിന്നെ 3 പച്ചമുളകും. അത് വലുതായിട്ട് കട്ടിയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കുരുമുളക്, ചെറിയ ജീരകം, മല്ലി, പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഡ്രൈ ലെമൺ വിട്ടിട്ട് നമ്മൾ മന്തി കളിയില്ല അല്ലേ. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചോറിൻ്റെ മുകളിൽ 2 ലെയറായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുത്തിയെടുത്തിട്ട് മേൽഭാഗത്ത് ചിക്കൻ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫോയിൽ പേപ്പർ എയർ പോകാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ഇഡ്ഡലി പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ അടിപൊളി തന്നെ കുക്കായി കിട്ടിയാണ്. ഏകദേശം 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാവും, അത് നമുക്ക് ചോറിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. എൻ്റെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ ചോറിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസസും വെച്ചിട്ട് ചാർക്കോൾ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് സ്മോക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് അടിച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ളും ഞാൻ താഴെ കൊടുക്കാം. മന്തി ലവേഴ്സ്, ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.